എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമാത്രേ. ഇരുൾ തിങ്ങിടും പാതകളെ, കാരൽ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ഇത്ര നല്ലവനാം യേശുവേ ഇത്തരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 14 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോടവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. അല്പനിമിഷത്തെ വചനചിന്തയ്ക്കായി സങ്കീർത്തനം 84:12. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയരെ, നമുക്ക് ആശ്രയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പണം, ആളുകൾ, കഴിവ്. പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറക്കുന്ന ഇല പോലെയാണ്. ഒരു കാറ്റടിച്ചാൽ ഇതെല്ലാം പറന്നു പോകും. ദൈവത്തിൽ ആശ്രയിക്കുന്നവനോ അവൻ പാറയിൽ പണിത വീട് പോലെയാണ്. കൊടുങ്കാറ്റ് വന്നാലും വീഴില്ല. ഇനി എന്തിൽ ആശ്രയിക്കുന്നു? ഇന്ന് നീ എന്തിൽ ആശ്രയിക്കുന്നു? ദൈവത്തെ ആശ്രയിക്കുവാൻ തുടങ്ങിയാൽ ഭയം മാറും, സമാധാനം വരും. കാരണം നീ ഒറ്റയ്ക്കല്ല, സൈന്യങ്ങളുടെ യഹോവ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ പരിചയം, എൻ്റെ ബലവും എൻ്റെ പരിചയം. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 28:7. പ്രിയരെ, ദൈവത്തെ സ്തുതിക്കുവാൻ ഓരോരുത്തർക്കും അവരവരുടേതായ കാരണങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ഉണ്ടാകും. സങ്കീർത്തനം 11 പറയുന്നത്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു എന്നാണല്ലോ. നമ്മുടെ ബലഹീനതകളിൽ ബലമായും ശത്രുവിൻ്റെ തീയമ്പുകളിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ പരിചയായും സഹായമായും ദൈവം നമ്മുടെ സങ്കേതമായി നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് പാടി സ്തുതിക്കുവാനായി കഴിയുന്നു. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ കാണുന്നു. പ്രിയരെ, ഈ ദൈവത്തെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ പാടാം. ഇന്നത്തെ ദിവസം നമ്മെ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിൽ തന്നെ വസിക്കുവാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും സൗഖ്യങ്ങൾക്കും സമാധാനങ്ങൾക്കും നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ.
പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമപ്പാ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പാപത്തിലകപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവേ പിശാചിന്റെ ബന്ധനങ്ങൾ അഴിച്ച് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചല്ലോ കർത്താവെ. എല്ലാ മക്കളും സന്തോഷത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ദൈവത്തെ ആരാധിച്ച് മുന്നേറുവാൻ തക്കോണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നറിൽ ചെയ്ത കർത്താവ് ദിനംതോറും ഞങ്ങളെ ബലങ്കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും, മാനിക്ക്, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേ. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.